ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇനി എന്തെളുപ്പം, രാവിലെ അരി അരക്കണ്ട, അരി കുതിർക്കണ്ട, എളുപ്പത്തിൽ ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായി ഒരു ബൗളിലേക്ക് നൂൽപുട്ടിൻ്റെ പൊടി 1 കപ്പ്, നൈസായി പൊടിച്ച് വറുത്തെടുത്ത അരിപ്പൊടി, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, 1 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമില്ലാത്തവർ നെയ്യ് ഒഴിവാക്കുക. നെയ്യും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി 1/4 കപ്പ് ചെറുപയർ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഒരു 5-6 മണിക്കൂർ ഇത് കുതിർത്ത് വെച്ച് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അടച്ച് വെച്ച് 2 വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ചെറുപയർ നല്ലപോലെ വെന്ത് കിട്ടും. ഇനി കുഴച്ച് വെച്ച മാവ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു ആവിച്ചെമ്പിൽ വെച്ച് ആവി കയറ്റി എടുക്കണം. ഒരു 5 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. നല്ലപോലെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിയിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, എണ്ണ നല്ലപോലെ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. കടുകും പെരിഞ്ജീരകവും പൊട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്ത് 3-4 വറ്റൽമുളക് ചെറുതായി മുറിച്ചതും, വറ്റൽമുളകിന് പകരം ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇതെല്ലാം മൂപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വറുക്കാത്ത നിലക്കടലയാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് വറുത്തെടുക്കുക. വറുത്തതാണെങ്കിൽ ഉഴുന്നുപരിപ്പ് മൂത്ത ശേഷം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് നമുക്ക് അത്ര ഇഷ്ടമുണ്ട് എന്നതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തിന് പകരം ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി. ഒരു സവാള ചെറുതായി മുറിച്ചതും ഇതിലേക്ക് ചേർത്ത് ഇനി സവാളയും തേങ്ങാക്കൊത്തലൊന്ന് മൂത്ത് വരണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ വറവിന് ആവശ്യത്തിനുള്ള ഉപ്പ്. സവാളയും തേങ്ങാക്കൊത്തെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെറുപയർ പാകത്തിന് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ചെറുപയർ ഇതിലേക്കിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ച ഉണ്ട കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഹെൽത്തിയും പ്രോട്ടീൻ റിച്ചും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ കുറച്ച് തേനോ പഞ്ചസാരയോ ശർക്കര പൊടിയോ ചേർത്ത് കൊടുത്താൽ മതി, മധുരം ഇഷ്ടമുണ്ടെങ്കിൽ. ഇത് കുട്ടികൾക്ക് ഉച്ചക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാം. നല്ല ഹെൽത്തിയും പ്രോട്ടീനും റിച്ചും ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.